ഹലോ ഗായ്സ്, നമ്മുടെ വൺ ബ്ലോക്കിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് ഒരുപാട് വിഷുവിൻ്റെ തിരക്ക് കാരണം എപ്പിസോഡ് ഇടാൻ പറ്റിയില്ല. പക്ഷേ ഓഫ് ക്യാമറയിൽ ഞാൻ കുറേ കാര്യം ചെയ്തു. വീട് ഇത്ര പോലെ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കംപ്ലീറ്റ് സാധനം അങ്ങോട്ടേക്ക് ഞാൻ എടുത്ത് തട്ടി. പിന്നെ ഇവിടെ ചെറിയ ഫാമൊക്കെ ആക്കി. പിന്നെ ഇതൊരു കൂട് പോലെ തോന്നുമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ട്. പിന്നെ സ്റ്റോൺ ജനറേറ്റർ അല്ല, ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ്. പിന്നെ ഈ ഒരു ബ്ലോക്ക് ഇതൊരു സ്റ്റോൺ ജനറേറ്ററാണ്. ഇത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചു നിന്ന് ഇങ്ങനെ നിന്നുകൊണ്ട് ഒരുപാട് സ്റ്റോൺ കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇത് കണക്ക് എപ്പോഴും മൈൻഡ് ചെയ്യുന്നു. ഒരുപാട് ഇങ്ങനെ സ്പോണിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ബാക്കിൽ ആ വുഡില്ലാണ്ട് അതിൻ്റെ ബാഗത്തോളൊക്കെ പൊട്ടുകയും ചെയ്യില്ല. പിന്നെ വുഡിലാവെ കത്താത്ത എന്താണെന്ന് എന്നോട് ചോദിക്കില്ല. ആ സൈഡിൽ വെള്ളമില്ലാണ്ടായിരിക്കും. അത് കത്താത്ത നല്ല കാര്യമാണ്. ഇതിൻ്റെ അകത്തെ മരമെല്ലാം ഞാൻ മൈൻഡ് ചെയ്തെടുത്തു. ഞാൻ അധികം ഈ ബ്ലോക്കൊന്നും പൊട്ടിച്ചില്ല. ഇവിടുത്തെ ഡെർട്ട് പൊട്ടി ഞാൻ താഴെ വീണപ്പോൾ ഈ ഓഷ്യനത്തെ ഒരു വെള്ളം കാരണം ഞാൻ രക്ഷപ്പെട്ടിന്. ഞാനെന്ന് വിചാരിച്ചത് ഒരു സ്കെലിട്ടൺ സ്പോണർ ഉണ്ടാക്കാനാണ്. സ്കെലിട്ടൺ സ്പോണർ ഫാം ഉണ്ടാക്കാനാണ്. പക്ഷേ ഫോണിൻ്റെ ചാർജ് നോക്കുക ഗൈസ്, എത്രയാണ്? 3%. ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കും. ഒരു ട്രോപ്പിക്കൽ ഫിഷ് ഇവിടെ സ്പോണായി. ബാക്കി മൈൻഡ് ചെയ്യാം. ഒരു ട്രൈഡന്നെ മേടിച്ചിട്ട് എടുത്താൽ സ്പോണായി. പക്ഷേ നമുക്കിതിനെ കൊല്ലാം. എന്നിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബ്ലോക്ക് പൊട്ടിക്കാം. ഈ അടുത്തത് നെതറാണ് ഗൈസ്. നെതറിൽ ഗാസ്റ്റ് മിക്കവാറും വിടും. ആ ഗാസ്റ്റ് വരുന്നതായിട്ടാണ് ഈ കൂടെല്ലാം കിട്ടിയത്. ഇവിടെ അടുത്ത എപ്പിസോഡ് നല്ലോണം ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും സ്കെൽട്ടൺ സ്പോണർ ഫാം തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ലെവലും കിട്ടും, ഒരുപാട് ബോണും കിട്ടും, എയറും കിട്ടും ഈ ഡിസ്പെൻസർ നിറക്കാൻ, പിന്നെ നമ്മളെ കൈ കൊണ്ട് നടക്കാനും. ഇത് ചെസ്റ്റ് വരാൻ പോകുന്ന നമുക്കൊരു ഡൗട്ട്. ജസ്റ്റുള്ള ഗാർഡിയൻ പണിയാവല്ല മൈനസ് ചത്തു. ഒരു ത്രോൺസ് ഉണ്ടല്ലോ, നമുക്ക് വെള്ളം ഇവിടെ വെച്ച് ഒരു പശുമ്പ് ഇവിടെ നേരത്തെ പോകുന്നുണ്ടായിന്. പശുമ്പേനെ കാണുന്ന പശുമ്പേനെ ഒരു മിൽക്ക് എടുത്ത് നമുക്ക് ബാക്കി നീ അവിടെ തന്നെ ഞാൻ കൊല്ലില്ല. പശുമ്പേനെ ഉപകാരമാണ്. ബാക്കി മൈൻഡ് ചെയ്യാം. ഈ അടുപ്പിച്ച് ഒരുപാട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്? ഇത് മൈൻഡ് ചെയ്യാം. ജസ്റ്റ് ഇതേ ലൂട്ട് വേറെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് കിട്ടിയിരുന്നല്ലോ. ഈ ഒരു ട്രോപ്പിക്കൽ ഫിഷ് നഗരം ആദ്യം കോഡ് ഫിഷ് ഉണ്ടായിന്, പിന്നെ അത് മറ്റേ സാൽമൺ ഫിഷായി.
ഇപ്പം ഇത് ട്രോപ്പിക്കൽ ഫിഷായി. ഗൈസ് ഒരു കുറച്ച് ഫുഡ് വേണം. പക്ഷേ ഇതെൻ്റെ വാല്യുബിൾ ചെസ്റ്റാണ്. ഇന്നത്തെ എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെക്കുന്നത്. ഈ അടിയത്തെ ചെസ്റ്റിനകത്ത് ഞാൻ കറക്റ്റ് സോർട്ട് ചെയ്തിട്ടൊന്നും വെച്ചില്ല. സീരിയസ് മിക്കവാറും വേഗം തന്നെ തീരുവാണ്. പിന്നെ എന്തിന് സോർട്ടറൊക്കെ ആക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ തന്നെ വെക്കുക. ഇതിനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് പരിധി കിട്ടും. ഞാൻ ഇപ്പം ഒന്ന് എടുക്കാൻ വന്നത് ഫുഡ് ഈ പെട്ടിയിൽ ഇതിനകത്തൊന്നും ഫുഡില്ലല്ലോ. ഞാൻ നോക്കും. അപ്പം ഇതുണ്ട്, മെലണുണ്ട്. മെലൺ മെലണല്ല പംകിൻ. മെലൺ. പേര് മാറിപ്പോകുന്ന ഗൈസ്. വേഗം ഒന്ന് ഈ ഒരു ബയോമെട്രിക് നെതറാണെങ്കിലും ആ നെതറും ഇത്രയും നാളുണ്ടെങ്കിൽ പിന്നെ ഫുൾ പണി കിട്ടലായിരിക്കും. എൻഡർമാനൊക്കെ സ്പോണാന്ന് തോന്നുന്നു നെതറിൻ്റെ അകത്ത്. എൻഡർമാനും ബ്ലേസും പിഗ്ലിനും. പ്ലീസ് ചാവല്ലേ. നമുക്ക് ബാക്കി വൈൻ ചെയ്യാം. ചാർജ് എത്ര? 2%. ബാക്കി മൈൻ ചെയ്യാം. പിന്നെ ട്രേഡിനുണ്ട്. പിടിക്കോ. ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത്? ചത്തു. ഈ ഗാർഡിനിപ്പോൾ ഭയങ്കര ശല്യമല്ല. ഫിറ്റിക്ക് ഈ ബക്കറ്റ് വെള്ളം അടങ്ങി വയ്ക്കും. പശുമ്പ എവിടെ? നമ്മുടെ പശുമ്പ. ഓക്കെ, ഇനി ബാക്കി കളിക്കാം. മൈൻ ചെയ്യാം. ഇനി അടുത്ത് തന്നെ നെതർ വരുന്ന എനിക്ക് തോന്നുന്നത്. സ്പഞ്ച് പൊട്ടിക്കാൻ നല്ല പാടാണ്. സ്പഞ്ചാണോ? അല്ല, അത് സ്പഞ്ചല്ല, കോറസ്. ഇത് സ്പഞ്ച്. നെതറായെങ്കിൽ ഗോൾഡൻ ബ്ലോക്കൊക്കെ കിട്ടി. ജസ്റ്റ് ശിതയിലോട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പണ്ട സോഡ് കിട്ടിയ അവസ്ഥ ഇനിയാവുമോ?
ഇനി തലമുടി പൊട്ടീനെ തെറിഞ്ഞിട്ട് വരാം. ഏതെങ്കിലും പെട്ടി കാലിയുണ്ടോ? അതിൻ്റെ അകത്തിടാം. ഇത് വാല്യുബിളാണ്, അത് എടുക്കട്ടെ. ബാക്കിയിൽ ഇതും അതെ, സ്പഞ്ചും അതെ. ബാക്കിയിൽ ഈ പെട്ടീനെ അത് ചാടാം. പിന്നെ റോ ചെയ്യണം എടുക്കാം. ഈ ലാപ്പീസും റെഡ് സ്റ്റോണും എടുക്കാം. ഈ കോൾ എടുത്താലോ? ആ കോൾ എടുക്കാം. റേറായിപ്പോൾ അല്ല, റേറല്ല, കുറച്ച് കിട്ടാൻ പാടാണ്. നെതറൊക്കെ എത്തുമ്പോൾ ഈ കിട്ടിയ ബയോമിലെ കോളും ഉപയോഗിച്ചിട്ട് വേണം സ്മെൽറ്റെല്ലാം ചെയ്യാൻ. ഇനി ബാക്കി മെയിൻ ചെയ്യാം. ചാർജ് എത്രയുണ്ട് ഗൈസ്? 1%. പ്ലീസ് ഈ 1% കൊണ്ട് നെതർ എത്തിക്കാൻ പറ്റുമോ ഗൈസ്? ട്രോപ്പിക്കൽ ഫിഷ് അതാണ് പഠിച്ച് ചാവട്ടെ. നമുക്ക് ബാക്കിയും മൈൻഡ് ചെയ്യാം. വേഗം പക്ഷേ വെള്ളം വരുമ്പോൾ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഇങ്ങനത്തെ ബ്ലോക്കൊന്നും പ്രശ്നമല്ല. BKX കൊണ്ട് വേഗം പൊട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഗൈസ് ഇതെന്താണ് ഈ ഗാർഡിയൻ നശിപ്പിച്ചോ? ഹെൽത്തിന് ഫുള്ളായിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഇതിൻ്റെ ഹെൽത്ത് ഫുള്ളാവാത്ത ഒപ്പിച്ചോ. റെഡി കൊടുത്താലോ? പൈസ എത്തും. 1% ഉണ്ട്, ഞാനുണ്ട്. ഈ ഒരു വെള്ളം എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഗൈസ് ഇന്നത്തെ ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്. ടാറ്റാ ബൈ ബൈ.